ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കുറവാണോ? ബജറ്റ് ഫ്രണ്ട്ലി ഹെൽത്തി വെയ്റ്റ് ലോസ് റെസിപ്പിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇൻസ്റ്റന്റ് ഓട്സ് ദോശ വിത്ത് നോ കോക്കനട്ട് സീക്രട്ട് പ്രോട്ടീൻ ചട്നി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാറാസ് വ്ലോഗ്സ്. ഞാൻ അർച്ചിൻ അനുജ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റന്റ് ഓട്സ് ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ഓട്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വേണ്ട. ജസ്റ്റ് നമുക്ക് ആ ഒരു ഓട്സ് ഒന്ന് സോക്കായി കിട്ടുന്നതിന് മാത്രം, ആ ഒരു നിരപ്പിന് നിൽക്കുന്ന പാകത്തിന് ഈ ഒരു അളവിൽ മാത്രം വെള്ളം മതി. ഇതുപോലെ ഓട്സ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ സീക്രട്ട് ചട്നി വിത്തൗട്ട് കോക്കനട്ട് ചട്നി എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തിരിക്കുന്നത് പൊരിക്കടല അഥവാ പൊട്ടുകടലയാണ്. നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരല്പം വെള്ളം, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ ചട്നി ഉണ്ടാക്കി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കടു താളിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മളുടെ ഓട്സ് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഓട്സിൽ വെള്ളം അധികമായിട്ടില്ല, അത് മുഴുവനും തന്നെ അത് വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ ഓട്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, ചെറിയൊരു കഷണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഒരു 1/4 കപ്പ് വെള്ളം അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ നമുക്കൊരു ദോശമാവിൻ്റെ അയവിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ മാവ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മാവ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ലൊരു കൺസിസ്റ്റൻസി, ദോശമാവിൻ്റെ ആ ഒരു സെയിം കൺസിസ്റ്റൻസിയാണ്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേറെ റവയോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. വെറും ഓട്സും ഈ ഒരു ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. കല്ല് ചൂടാവുമ്പോൾ നമുക്ക് 1 കരണ്ടി മാവ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദോശക്കല്ലിൻ്റെ ചൂട് നന്നായിട്ട് കുറച്ച് വെക്കുക. ആദ്യം കുറച്ച് വെള്ളം തളിച്ച് അതിൻ്റെ ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവൂ. അതുപോലെ ഒരുപാട് തിന്നായിട്ട് പരത്താൻ നിൽക്കണ്ട, കാരണം മാവ് നല്ല സ്ട്രെച്ചിയാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മറിച്ചിടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു പാകത്തിന് നിങ്ങൾ ദോശ ചുട്ടെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും റെഡിയാക്കി എടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്രൊസീജിയർ മൊത്തത്തിൽ കഴിയും. ആ ഒരു ദോശ സോക്ക് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾ ചമ്മന്തി റെഡിയാക്കി. അതും കോക്കനട്ട് ഇല്ലാത്ത ചമ്മന്തിയാണ്. തേങ്ങയുടെ വിലയൊന്നും ബാധിക്കില്ല, മാത്രമല്ല ഹെൽത്തിയാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ ബാക്കി മാവ് കൊണ്ടും ദോശ മുഴുവനായിട്ടും ചുട്ടെടുക്കുന്നുണ്ട്. എന്നും ഒരേ രീതിയിലുള്ള ഓട്സ് ഒക്കെ കഴിച്ച് മടുത്തവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡയറ്റ് ചെയ്യുമ്പോൾ നല്ല കുറച്ച് ചിലവുള്ളൊരു കാര്യമാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി വേയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തത്. എല്ലാവരും ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് ഓപ്ഷനാണ്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് പോയിൻറ്റ്സ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഡയറ്റ് റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഉറപ്പായിട്ടും പറയുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.